إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സമ്പൂർണമായി ജീവിതത്തിൽ പാലിച്ച് കാരുണ്യവാനായ നാഥന്റെ സച്ചരിതരായ അടിമകളുടെ മാതൃകാപരമായ ജീവിതം അനുധാവനം ചെയ്യണമെന്ന്, തഖ്വയോടുകൂടി സകല രംഗങ്ങളിലും നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിന് മുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം മനുഷ്യന് അവന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെയും അവന്റെ തിരഞ്ഞെടുപ്പുകളുടെയും അവന്റെ വിശ്വാസങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം മനുഷ്യന് തന്നെയാണ്. അള്ളാഹു ആരെയും ഏതെങ്കിലും ഒന്നിലേക്ക് വലിച്ചു ചേർക്കുന്നില്ല, അല്ലെങ്കിൽ മതം അവരൊന്നും നിർബന്ധിക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ നമ്മളുടേത് സ്വയം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഓരോ നഫ്സും, ഓരോ ആത്മാവും ശരീരവും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പണയം വെക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ ഓരോരുത്തരും പ്രവർത്തിച്ചത് അതിന് മറുപടി പറയേണ്ടി വരും എന്നർത്ഥം. പിശാച് പോലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, ദുശ്ചെയ്തികൾക്ക് ഉത്തരവാദിയല്ല. പലപ്പോഴും നമ്മൾ പിശാചിനെയാണല്ലോ കുറ്റപ്പെടുത്താറുള്ളത്. പിശാചാണ് എന്നെ ഈ ഒരു കോലത്തിലാക്കി മാറ്റിയത് എന്ന് പിശാചിനെ കുറ്റം പറയുന്നൊരു പ്രവണത മനുഷ്യർക്കുണ്ട്. പിശാച് ആ വിഷയത്തിൽ തീരെ നിരപരാധിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നാളെ പിശാചിന്റെ തന്നെ ഒരു മറുപടി മനുഷ്യനോട് വിഷയത്തില് വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. പിശാച് വഖാല ശൈത്താനു, ശൈത്താൻ പറയാണ്, പിശാച് പറയാണ്,
ലമ്മ ഖുളിയൽ അംറു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോ, പറഞ്ഞാൽ പരലോകവും വിചാരണയും ഒക്കെ കഴിഞ്ഞിട്ട് നല്ലയാളുകൾ സ്വർഗത്തിലേക്കും ചീത്തയാളുകൾ നരകത്തിലേക്കും ഒക്കെ പോയി കഴിഞ്ഞ് ആ കൂട്ടത്തില് പിശാച് ഉണ്ടാവും. പിശാച് നരകത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ പിശാചും പിശാചിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ നരകത്തിലെത്തി അള്ളാഹുവിന്റെ വിധിയുറപ്പൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവും പിശാചിന്റെ ഒരു പ്രഭാഷണം നരകത്തില്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോടൊരു സത്യമായ ഒരു മുന്നറിയിപ്പ് തന്നില്ലായിരുന്നു. അവിടെ വെച്ച് ഇബ്ലീസ് പറയുന്നത്. ഇവിടെ വെച്ച് ഇബ്ലീസ് ആ ചോദ്യം ചോദിക്കില്ല. അള്ളാഹു പിശാചിന്റെ പിന്നാലെ കൂടി നരകത്തിലായ ആളുകളോട് പിശാച് നരകത്തിൽ വെച്ച് സംസാരിക്കുകയാണ്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോടൊരു ശരിയായ വാർത്തയല്ലേ പറഞ്ഞിരുന്നത്, ശരിയായ മുന്നറിയിപ്പല്ലേ അള്ളാഹു നിങ്ങളോട് തന്നത്. അപ്പൊ വഅദ്തുക്കും, ഞാനും നിങ്ങളോട് ചിലതൊക്കെ വാഗ്ദാനം ചെയ്തായിരുന്നു. ഫഅഖ്ലഫ്തുക്കും, എന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനമൊക്കെ ഞാനിതാ പിൻവലിക്കുകയാണ്. പിശാചിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പല മോഹന വാഗ്ദാനങ്ങളും പിശാച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, പല പ്രലോഭനങ്ങളും. അങ്ങനെയാണല്ലോ ഓണം ആഘോഷിക്കാവുന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. നാടിങ്ങനെ ഓടുമ്പോഴത്തേക്ക് നടുവേ അതിന്റെ കൂടെ കൂടാൻ രസം ഉണ്ടാവും. അതിനെ പല ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്തും. അതൊക്കെ പിശാച് മനസ്സിലേക്ക് ഇട്ടു തരും. ഫഅഖ്ലഫ്തുക്കും, ഞാനതൊക്കെ വിട്ടു എന്ന് പറഞ്ഞാൽ എന്റെ വാഗ്ദാനം ഒന്നും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ വാഗ്ദാനമേ പാലിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളോട് നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ മനസ്സിന്റെ വിഷയത്തിൽ എനിക്കൊരു അധികാരവും ഇല്ലായിരുന്നു. എനിക്ക് നിങ്ങളുടെ വിഷയത്തിൽ ഒരു അധികാരവും ഇല്ലായിരുന്നു. നിങ്ങളെ ഏതെങ്കിലും തിന്മയിലേക്ക് പിടിച്ചെത്തിക്കാനുള്ള കഴിവൊന്നും പടച്ചവൻ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. ഇല്ല അന്താവത്തുക്കും, പക്ഷെ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നുള്ള നേരാണ്. തിന്മയിലേക്ക് നിങ്ങളെ ഞാൻ ആകർഷിച്ചു എന്നുള്ളത് ശരിയാണ്. ഫസ്തജ്ബുത്തും ലി, നിങ്ങളല്ലേ അതിന് മറുപടി തന്നത്. എനിക്ക് നിങ്ങളെ തിന്മയിലേക്ക് വലിച്ചിടാൻ കഴിവൊന്നും ഉണ്ടായിരുന്നല്ലോ. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ മറുപടി തരാൻ പോയത്? അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നിങ്ങൾ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ഇത് പിശാച് പറയാണ്. പിശാചിന്റെ അനുയായികളോട് നരകത്തിൽ വെച്ച് പറയാണ്, ലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാ മതി. ചെറ്റുമുണ്ടെടുക്കാനും ചെറ്റുസാരി ഉടുക്കാനും ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ലല്ലോ. അതിന്റെ പേര് നിങ്ങൾ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഞാൻ ആരും നിങ്ങളെ പേടിപ്പിച്ചില്ലല്ലോ. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഈ ബഹുസ്വരതയിൽ അലിഞ്ഞു ചേരാൻ കഴിയില്ല എന്ന സമൂഹം നിങ്ങളെ കുറിച്ച് വിലയിരുത്തില്ലല്ലോ. അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോയത്. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോളൂ. മാ അന ബിമുസ്രിഹിക്കും വമാ അൻതും ബിമുസ്രിഹിയ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ സഹായിക്കാൻ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ കാണിച്ച എല്ലാ ശിർക്കിന്റെ വിഷയത്തിലും ഞാൻ അതിനെയൊക്കെ തള്ളിക്കളയാണ്. നിങ്ങൾ പല ശിർക്കും ചെയ്തിട്ടുണ്ടാവും, എനിക്ക് അതിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ല. ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, അതിക്രമകാരികൾക്ക് കഠോര ശിക്ഷയാണ് ഉണ്ടാവുക. പിശാച് പറയാണ്. നമ്മളൊക്കെ വലിയ താല്പര്യത്തിൽ പിന്നാലെ കൂടിയ നമ്മുടെ നേതാവ് ശൈത്താനുണ്ടല്ലോ, ആ ശൈത്താൻ നരകത്തിൽ വെച്ച് പറയുന്ന പ്രഭാഷണമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പച്ചയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എടുത്തു പറയുന്നു. ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊക്കെ നമ്മളുടെ തെറ്റുകൾ മറന്നിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും നടക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ, അത് പിശാചിന്റെ അടക്കം പിശാചാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കുറ്റമൊന്നും അവിടെ ഇല്ല. ശൈത്താനാണ് ഇതിനൊക്കെ വരുത്തിയത്. ശൈത്താനെ കുറ്റം പറയാണ്. മനുഷ്യന്മാരുടെ പ്രശ്നം ഇതാണ്, അവർക്ക് ആരെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ കിട്ടണം. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് ചർച്ച ചെയ്യാൻ എത്ര സമയമാണ് നമ്മൾ അതിന് പാഴാക്കുന്നത്. എത്ര മിനിറ്റുകളല്ല, എത്ര മണിക്കൂറുകൾ, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കുറ്റങ്ങളില്ലേ, പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കുറ്റങ്ങള്. നമ്മൾ നമ്മളുടെ തെറ്റുകളിലേക്ക് നോക്കുന്നില്ല, മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങളിലെ ഇങ്ങനെ എണ്ണി പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി. അള്ളാഹു ശരിക്കും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എന്താണ്? മറ്റുള്ളവരോട് കുറ്റമെണ്ണി പറയാനോ അവര് തെറ്റുകാരാണെന്ന് വരുത്താനല്ല. ആളുകളോട് മൃദുലതയോടെ നല്ല മയച്ചിൽ ഇടപെടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല.
നോക്കൂ, ആളുകൾ ഇപ്പോ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറച്ചിലിന്റെ ആൾക്കാർ. ആരെ? മക്കളെ. കുറ്റം മുകളിൽ നിന്നാണല്ലോ വരിക, താഴെയുള്ളവർ മുകളിലുള്ളവരല്ല കുറ്റം പറയുക. കുറ്റം പറച്ചിൽ മുകളിൽ നിന്ന് താഴത്തേക്കാ വരിക. പിതാവ് മക്കളെ അനാവശ്യമായി ആക്ഷേപിക്കുക, മാതാവ് അനാവശ്യമായി ആക്ഷേപിക്കുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുക. എപ്പോഴായത്? അയാൾ അതിനു മുമ്പ് കൊടുക്കേണ്ടുന്ന നസീഹത്ത്, ഗുണകാംക്ഷ അവിടെ കൊടുത്തിട്ടില്ല, ഗുണദോഷിച്ചിട്ടില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെയാണ് തെറ്റുകൾ വരുമ്പോഴത്തേക്കും ഈ തെറ്റുകളുടെ പേരിൽ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആരോടാണെങ്കിലും ഈ കുറ്റപ്പെടുത്തൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഒരു ഗുണകരമായ അതിലൂടെ സംഭവിക്കുന്നില്ല. കാരണം നിന്ദയും അപമാനവും ഏറ്റുവാങ്ങുന്ന ഒരാളും നന്നാവുകയില്ല. എത്ര നിങ്ങൾ ഒരാളെ കുറ്റം പറയുന്നു, അയാൾ അതനുസരിച്ച് തീരുമാനിക്കുക നന്നാകുന്നില്ല എന്നുള്ളതാണ്. എന്നെ തല്ലേണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല എന്നൊരു ചൊല്ലില്ലേ? അത് നിരന്തരമായി അമ്മാവന്റെ കയ്യിൽ തല്ല് കിട്ടിയ ഒരാളുടെ കയ്യിൽ നിന്ന് വന്ന വർത്താനായിരിക്കും അത്. നിങ്ങൾ എന്താ എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കുന്നത്? ഞാൻ നന്നാവില്ല. ഗുണകാംക്ഷ സമീപനമാണ് വേണ്ടത്. അവഹേളനങ്ങളും മുറിവുകളും പേറി വളർന്നു വരുന്ന ഒരു കുട്ടിയും നന്നാവില്ല. ഒരിക്കലും അവനും അവന്റെ മാതാപിതാക്കളും തമ്മിലൊരു മികച്ച ആശയവിനിമയം നടക്കുകയല്ല. പാപ്പയും മകനും തമ്മിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ, ഉമ്മയും മക്കളും തമ്മിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ, ഒരു ഭർത്താവ് ഭാര്യയെ കുറ്റം പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ലോകത്ത് അറുത്ത് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഏക ബന്ധം എന്നുള്ളത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ പോലും കുറ്റപ്പെടുത്തലുകൾ, വിള്ളലുകൾ സൃഷ്ടിക്കുമെങ്കിൽ, ആ കുടുംബം അതിന്റെ പേരിൽ ഭിന്നിക്കുമെങ്കിൽ, ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിച്ചു പോകാത്തൊരവസ്ഥ സൃഷ്ടിക്കുമെങ്കിൽ, വിട്ടുപിരിയാവുന്ന രണ്ട് ബന്ധമാണല്ലോ ഭാര്യാഭർത്താവിന്റെ ബന്ധം എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും. സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും പിന്നെ ഒരിക്കലും നന്നാവില്ല. വലിയ ആത്മസുഹൃത്തുക്കളായിരുന്ന ആളുകൾ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിന്റെ പേരിൽ ആജീവനാന്ത ശത്രുക്കളായി മാറി നമ്മൾ കാണുകയാണ്. കാരണം അവർക്ക് ആ ബന്ധം പിന്നീട് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇസ്ലാം ഇത്തരം സംഗതികളിൽ ഇവിടെ ഈ സംഗതി ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കും, പിന്നെ ഈ തർക്കുമാറൂഫും അമൃമാറൂഫും തിന്മകളെ പ്രചോദിക്കലേക്ക് എങ്ങനെയാ ചെയ്യുക? നല്ലത് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അമൃമാറൂഫ് നഹി അനിൽ മുൻകർ. അപ്പൊ എങ്ങനെ തിന്മ വിരോധിക്കുക? തിന്മ വിരോധിക്കുന്ന ഒരിക്കലും ആളുകളെ കുറ്റം പറയുന്നുണ്ടല്ല. കുറ്റം പറയുക എന്നുള്ള വേറെ സംഗതിയാണ്. തിന്മകൾ വിരോധിക്കേണ്ടത് അത് നസീഹത്തോടു കൂടിയാണ്. അവിടെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ നസീഹത്താണ്. ദീനു അൻ-നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ സമീപനാണ്. നന്നാകണമെന്നുള്ള ആഗ്രഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ നസീഹത്തിലൂടെ, ഇസ്ലാഹിലൂടെ, മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലൂടെ, ഇസ്ലാഹി പ്രവർത്തനങ്ങളിലൂടെ ഒരാളെ കണ്ട് ഗുണദോഷിച്ച് സഹോദര വലിയ താല്പര്യത്തോടെയാണ് നീ ചെയ്യുന്ന ഇന്ന കാര്യം അതങ്ങനല്ല, അത് മറ്റൊരു രീതിയാണ് അതിന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇഷ്ടത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ തിന്മയിൽ നിന്നും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ അവരുടെ കുറ്റം മറ്റാരോടെങ്കിലും അവരോടോ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവർ നന്നാവുകയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവരുടെ സമീപനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തൽ ഒരു സാമൂഹികമായ ദുരന്തമാണ്. ചെറിയ ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നത്തിലേക്കല്ല ഇതൊരു സാമൂഹിക ദുരന്തമാണ്. എന്തുകൊണ്ടാണ് ഈ സാമൂഹിക ദുരന്തം, ഈ ഒരു തമ്മിലുള്ള ഈ ഒരു കാര്യം സാമൂഹിക ദുരന്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കുറ്റം ഒരാളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് സ്പ്രെഡ് ആവുകയാണ്. അതിങ്ങനെ പരന്ന് ആദ്യം ഒരാളെ കുറിച്ച് ഗീബത്ത്, നമീമത്തൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്ന സാധനമാണ്. അപ്പൊ ഒരാളെ കുറിച്ച് പറയുന്നു, അത് കേട്ടയാൾ അടുത്തയാളോട് പറയുന്നു, ഇതിങ്ങനെ വ്യാപിക്കാൻ നിൽക്കും. സഹോദരങ്ങളെ നോക്കൂ, മുസ്ലിം സമൂഹം ഇന്ന് വലിയ ദുരന്തങ്ങളുടെ നടുവിൽ നിൽക്കുന്ന സമൂഹമാണ്. ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ വ്യത്യസ്തമായ അവസ്ഥയൊന്നുമല്ലല്ലോ. ഫലസ്തീനിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ വിവിധ തരത്തിലുള്ള അതിക്രമങ്ങളുടെ ഇടയിൽ നമ്മൾ നിൽക്കുകയാണ്. വലിയ പാറക്കല്ലുകളാണ് നമ്മളുടെ തലയിലേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് സമൂഹത്തിന്റെ ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആളുകൾ തമ്മിൽ തെറ്റിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ സമൂഹത്തിൽ വലിയ വിടവ. ആദ്യം രണ്ടുപേര് തമ്മിലാ, രണ്ട് സംഘടനാ നേതാക്കളാണ് സങ്കല്പിക്കുക. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന രണ്ട് നേതാക്കൾ തമ്മിലാണ് ഈ കുറ്റപ്പെടുത്തൽ വരുന്നതെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താ? ആ സംഘടന രണ്ടായി. അത് പിന്നെ അടുത്ത വിഘടനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ കുറ്റപ്പെടുത്തലുകൾ വന്ന് സമൂഹത്തിന്റെ ഐക്യം നഷ്ടപ്പെടുകയാണ്.
സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ ആയത്തിൽ പിശാചിന്റെ ഈ കളിയെ സംബന്ധിച്ച് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് തമ്മിലകറ്റി ചിത്രതയുണ്ടാക്കുന്ന, അങ്ങനെ സാമൂഹികമായ വലിയ വിപത്ത് ഉണ്ടാക്കുന്ന പിശാചിന്റെ ഈ കുതന്ത്രത്തെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്മാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല വാക്ക് പറയുക, ഗുണകാംക്ഷ വഖുൽ ഇബാദി, റസൂലെ പറയുക, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, യഖൂലുല്ലതി ഹിയ അഹ്സൻ, നല്ല വാക്ക് പറയട്ടെ. നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. നിങ്ങൾ ഏറ്റവും ഒരു കാര്യം ഒരാളോട് പറയാൻ സമയത്ത് നമ്മളിങ്ങനെ ഈ വാക്കുകളിൽ വാവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോ കുറെ ശൈലികൾ ഉണ്ടാവും ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി. അതിൽ ഏറ്റവും മികച്ച ശൈലി സ്വീകരിക്കുക. വായിലിങ്ങനെ മനസ്സിൽ തോന്നിയ പെട്ടെന്ന് പറയാന്നുള്ളതല്ല. ഒരു കാര്യം ഒരാൾക്ക് വിരോധിക്കണമെങ്കിൽ കുറെ രൂപങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് കുറെ രൂപങ്ങൾ, കുറെ ശൈലികൾ, കുറെ ശരീരഭാഷകൾ. മനുഷ്യന്റെ നാക്കിന്റെ ഭാഷ മാത്രമല്ല, കുറെ ശരീരഭാഷകൾ. അതിൽ ഏറ്റവും മികച്ച ശരീരഭാഷ പുറത്തെടുത്ത് ഏറ്റവും മികച്ച ശൈലിയിൽ ആ കാര്യം ഉപദേശിക്കണം. അതാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് പരുക്കനായിട്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആളുകളെ അപ്പൊ തന്നെ വായടച്ചവർക്ക് മറുപടി കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ സകല രോഷവും അവരുടെ മേൽ തീർക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹ് പറയുന്നു, ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല വാക്ക് പറയണേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചിട്ട് ഉടനെ ആയത്തിൽ കാണാം, ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. മനുഷ്യരെ, നല്ല വാക്കല്ല, നിങ്ങൾ ചീത്ത വാക്കാ പറയാൻ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ കുറ്റപ്പെടുത്താനാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ കളിയാക്കാനാണ് നിൽക്കുന്നതെങ്കിൽ, പിശാച് അതിലൂടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ആഭ്യന്തര ഛിദ്രത ഉണ്ടാക്കണം എന്നുള്ളതാണ്. പിശാച് നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രുവാണ്. പൈശാചിക കുതന്ത്രമാണ് ഈ കുറ്റപ്പെടുത്തലും ഈ വഴക്ക് പറയലുമൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദാസന്മാരായ അള്ളാഹു നമ്മളെ കുറിച്ച് അങ്ങനെയാണ് വിളിച്ചത്, റസൂലിനോട് അങ്ങനെയാ പറഞ്ഞത്, വഖുൽ ഇബാദി, എന്റെ ദാസന്മാരോട് പറയൂ. അള്ളാഹുവിന്റെ ദാസന്മാരായ നമ്മളുടെ ചുമലിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തി തിരിച്ചറിയണം. നാം ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി പ്രവാചകത്വത്തിന്റെ പരമ്പര അവസാനിച്ചു. ഇനി ബാക്കി ഈ സമൂഹത്തിലെ ഓരോ ആളുകളും ഒരു പ്രവാചകന്റെ ഉത്തരവാദിത്വം പേറുന്നവരാണ്. സമൂഹത്തിന്റെ ഇസ്ലാമും സമൂഹത്തിന്റെ സംസ്കരണവും ആളുകളെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വവും ഈ സമൂഹത്തിലെ ഓരോ അംഗത്തെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി, അനുകമ്പയോടുകൂടി, കരുണ ചൊരിഞ്ഞുകൊണ്ട് ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം അവരെ നമുക്ക് ഗുണദോഷിക്കാൻ, അവിടെ തിന്മകളെ പറഞ്ഞു കൊടുക്കാൻ. ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമല്ല, ചേർത്ത് നിർത്തൽ ആളുകൾ അനുഭവിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ആളുകളോടൊക്കെ വലിയ നല്ല നിലയ്ക്ക് ഇടപെടുന്നു. പക്ഷെ ആളുകൾക്ക് മനസ്സിലാവണ്ടേ? നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും, നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നല്ല നിലയ്ക്കാ പോകുന്നത്. പക്ഷെ നമ്മളെ കാണുമ്പോ ആളുകൾ മുഖം തിരിച്ചു പോകുന്നുണ്ടാവും. നമ്മുടെ സംസാരം സഹിക്കാൻ പറ്റാതെ, ഇടപെടൽ സഹിക്കാൻ പറ്റാതെ. അപ്പൊ ആളുകളോട് സ്നേഹത്തിൽ വർത്തിക്കുക എന്നാൽ ആളുകളെ നമ്മുടെ സ്നേഹം അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കഴിഞ്ഞ ആഴ്ച ഉദാഹരിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് തമാശ പറഞ്ഞിരുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട്. മദീനയിലെ മാർക്കറ്റിൽ ചെന്നിട്ട് ആരും പേരും ഇല്ലാത്തൊരു പാവം അടിമയെ റസൂൽ പിന്നിന്ന് കണ്ടുപോകുന്നില്ലേ? അപ്പൊ ആളുകളെ ആ ഒരു നിലയ്ക്ക് അവരെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ സ്നേഹം അവരെ അനുഭവിച്ചിട്ട് അവർക്ക് ആ ഒരു തോന്നലുണ്ടാക്കിയിട്ട്, അങ്ങനെയാണ് സമൂഹം ഒറ്റക്കെട്ടാവുക. പരുക്കനായി ഇടപെട്ട് കഴിഞ്ഞാൽ, അവഹേളനങ്ങളാണ് നമ്മൾ ചൊരിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, കുറ്റപ്പെടുത്തലാണ് ഉണ്ടാകുന്നതെങ്കിൽ സമൂഹം ഛിദ്രതയിലേക്ക് പോകും. ഈ സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നത്, റസൂൽ പറയാണ് ഉമ്മത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ചിട്ട്, വഹും യദുൻ അലാ മൻ സിവാഹും, ഈ സമൂഹം എന്നുള്ളത് മറ്റുള്ളവർക്കതിൽ ഒരൊറ്റ കൈയായിരിക്കും. ആലോചിച്ച് യദുൻ അലാ വഹും യദുൻ, ഈ സമൂഹം എന്നുള്ളത് ഒറ്റ കൈയാണ്. അലാ മൻ സിവാഹും, മറ്റുള്ള സമൂഹങ്ങൾക്കെതിരില്ലെന്ന് പറഞ്ഞാൽ മറ്റു സമൂഹങ്ങളും നമ്മുടെ സമൂഹം ഒരു ക്ലാഷ് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റ അഭിപ്രായം. വഖഫ് ഭേദഗതിക്കെതിരെ ആളുകൾ ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അതുപോലും അയക്കാൻ നമുക്ക് തയ്യാറാവുന്നില്ല. നമ്മളതിന് തയ്യാറല്ല. ഇപ്പൊ അത് ചെയ്തിട്ടാണെന്നുള്ളതാണ്. അതിന്റെ അനുകൂലമായി അനേകം ആളുകൾ അവർ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അനുകൂലമായിട്ടുള്ള മെയിലുകളാണ് ഇപ്പൊ കൂടുതൽ എത്തിയെന്നുള്ളതാണ്. വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് നമ്മൾ ഒറ്റക്കൈയാകുന്നില്ല. സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഒറ്റക്കൈയാകണം. സമൂഹം നേരിടുന്ന അപകടങ്ങളിൽ ഒറ്റക്കൈയായിട്ട് ഒരുമിച്ചായി നിന്നുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. കുറ്റപ്പെടുത്തലൊക്കെ നമുക്ക് എളുപ്പമുള്ള പണിയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കുറെ സംഗതി എന്ന് പറഞ്ഞാൽ, ഈ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നത് തന്നെ
പല അഭിരുചിയുടെ പേരിലാണല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ആവില്ല നിങ്ങൾ ചിന്തിക്കുക. ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ അതിനിടപെടുക. ഓരോരുത്തർക്കും അവരുടേതായ പ്ലാനുകൾ ഉണ്ടാവും. ഓരോ ആളുകൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സൂറത്തുൽ ലൈലിൽ പടച്ചോൻ കുറച്ച് ആണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ അഭിരുചികൾ വ്യത്യസ്തമാണ്. വല്ലൈലി ഇദാ യഗ്ഷാ, രാത്രി മൂടിക്കഴിയുമ്പോൾ, വന്നഹാരി ഇദാ തജല്ല, പകൽ പ്രഭ ചൊരിഞ്ഞു കഴിയുമ്പോ, വമാ ഖലഖദ് ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെ സത്യം. കുറെ സത്യതൊക്കെ. വല്ലൈലി, രാവിനെ തന്നെ സത്യം. ഇദാ യഗ്ഷാ, രാത്രി മൂടിക്കഴിയുമ്പോ. വന്നഹാർ, പകലിനെ തന്നെ സത്യം. ഇദാ തജല്ല, പകൽ വെളിപ്പെട്ട് കഴിയുമ്പോ. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആവുന്നതിനെ സംബന്ധിച്ചു സത്യം. എന്താ സത്യം ചെയ്ത് പറയുന്നത്? ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെയൊക്കെ അഭിരുചികൾ വ്യത്യസ്തമാണ്, നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, നിങ്ങളുടെ ടേസ്റ്റുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ രീതിയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചെയ്തില്ല എന്ന് വരുമ്പോൾ എനിക്ക് കുറ്റപ്പെടുത്താമെന്നും അള്ളാഹ് പറയുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹ് ഓരോ ആളുകളെയും പലതരത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവരുടെ മനോനില അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട സംഗതി, ചിലപ്പോ ചിലരുടെതൊക്കെ തെറ്റായിരിക്കും. എല്ലാ ആളുകളും ശരിയായി ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അബദ്ധങ്ങൾ ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അബദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഈ മനുഷ്യകുലത്തിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹ്മദും തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കുല്ലു ബനു ആദം ഖത്താ, ആദമിന്റെ മക്കളെല്ലാവരും ഖത്താ, അബദ്ധം പറ്റുന്നവരാണ്. ആദമിന്റെ മക്കൾക്കൊക്കെ അബദ്ധം പറ്റും. കാരണം ഞാൻ ചിന്തിച്ച പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിൽ തന്നെ പലരും പലതരത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. പലരുടെയും പ്രവർത്തനങ്ങൾ പല കോലത്തിലായിരിക്കും. ചിലത് ശരിയാകും, ഇപ്പൊ ചിലത് തെറ്റാകും. കാരണം മനുഷ്യന്റെ പ്രത്യേകത ഖത്താഉൻ, മനുഷ്യൻ അബദ്ധം പറ്റുന്നവരാണ്. വ ഖൈറുൽ ഖത്താഈന, പിന്നെ ഒരു മെച്ചം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അബദ്ധം പറ്റുന്ന ആളുകൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത്തവാബൂന, ആ അബദ്ധത്തിന്റെ പേര് പശ്ചാത്തപിക്കുന്നവരാണ്. തെറ്റിയ അബദ്ധത്തിൽ തന്നെ കടിച്ചു നോക്കി നിൽക്കുക എന്നുള്ളതല്ല, ഗുണകാംക്ഷയോടുകൂടി ആ തെറ്റിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കപ്പെടുമ്പോ, താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടുകൂടി നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് ഉണർത്തി തരുമ്പോഴത്തേക്കും അതിൽ നിന്നും പിന്മാറണം. അതിൽ നിന്നും പിന്മാറിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഇങ്ങനെ പശ്ചാത്തപിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വല്ലദീ നഫ്സീ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസും കൂടി പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ തന്നെ സത്യം. ലൗലം തുദ്നിബു, മനുഷ്യരെ നിങ്ങൾ തെറ്റ് ചെയ്യില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് തെറ്റില്ലാത്ത മലക്കുകളെ പോലത്തെ സൃഷ്ടികളാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. അങ്ങനെ തീർത്തും തെറ്റു ചെയ്യാത്ത ആളുകളാണ് മനുഷ്യന്മാരെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി കളഞ്ഞനെ. ഈ ഹദീസ് ഒരിക്കലും തെറ്റിദ്ധരിക്കല്. എന്തുകൊണ്ടെന്നാല് ഇത് കേൾക്കുമ്പോൾ എന്താ പിന്നെ ഞങ്ങൾ തെറ്റ് ചെയ്യാമെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തെറ്റും അബദ്ധമൊക്കെ മനുഷ്യനുണ്ടാകും. തെറ്റും മനുഷ്യനൊക്കെ ഉണ്ടാവും. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താ കണ്ടത്? തെറ്റും അബദ്ധവും സംഭവിക്കുമ്പോഴത്തേക്കും പശ്ചാത്തപിക്കണം. അപ്പൊ അള്ളാഹു ആഗ്രഹിക്കുന്ന അതാണ്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ നമ്മളിൽ നിന്നും വരുന്ന തെറ്റുകൾ. നമ്മളുടെയൊക്കെ ടേസ്റ്റ് വ്യത്യസ്തമായതുകൊണ്ട്, എന്നെ സഅയകും ലശത്ത, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും പലതരത്തിലുള്ളതായതുകൊണ്ട് ചിലത് ശരിയും ചിലത് തെറ്റുമൊക്കെ ആകുമല്ലോ. അപ്പൊ ആ തെറ്റുകളെ തിരുത്തി അതിൽ പശ്ചാത്തപിച്ച് അങ്ങനെ തീർത്തും തെറ്റില്ലാത്ത സമ്പൂർണമായ ശരി മാത്രം ചെയ്യുന്ന ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റിയിട്ട് കുറച്ചൊക്കെ തെറ്റ് ചെയ്യുന്ന വേറെ സമൂഹത്തിലൂടെ കൊണ്ടുവരുമായിരുന്നു. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. കാരണം അബദ്ധങ്ങൾ ആരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും, തെറ്റുകൾ ആരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലല്ല പരിഹാരം, മറിച്ച് അവരെ ആ തിന്മയെ സംബന്ധിച്ച് സ്നേഹത്തോടുകൂടി സതുപദേശം നൽകി അവരെ ബോധവൽക്കരിച്ച് ആ തെറ്റിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായ ഈ ഒരു പ്രവർത്തനം, അംറു മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള അള്ളാഹു നമ്മൾ ഏൽപ്പിച്ച, ഖൈർ ഉമ്മത്തിന്റെ പ്രത്യേകതയെ അള്ളാഹു നമ്മൾ ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റവും മികച്ച നിലക്ക് നിർവഹിക്കാൻ, ആളുകളെ കുറ്റപ്പെടുത്തുന്ന ആക്ഷേപിക്കുന്ന സ്വഭാവം ഇല്ലാതെ ശരിയായ നിലക്ക് ആ പ്രബോധനം നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി നമ്മളെ നിലനിർത്തി തരുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥന്റെ വിധിവിലക്കുകൾ
ജീവിതത്തിൽ എമ്പാടും പാലിച്ച് ജീവിക്കാൻ കാരുണ്യവാനായ നാഥൻ നമുക്ക് ഉദവിയും തൗഫീഖും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആക്ഷേപിക്കുക എന്നുള്ളത് ഒരിക്കലും അതൊരു ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമല്ല. ഈ ആക്ഷേപിക്കാൻ നിൽക്കുന്നവര് ആളുകൾ രണ്ടു തരത്തിലാണല്ലോ. ഒരു കൂട്ടർ കുറ്റപ്പെടുത്തുന്നവരും മറ്റൊന്ന് കുറ്റം കേൾക്കുന്നവരും. ഈ കുറ്റം പറയുന്ന ആളുകളുടെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം അവര് 100% ശരിയുടെ ആളുകളാണ്. അതുകൊണ്ടാണ് കുറ്റം പറയുന്നത്. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ശരിയാണ്. അതിന്റെ അർത്ഥം എനിക്കൊരു അനാനീയത്തിന് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഞാനെന്നൊരു ഭാവമുണ്ട്. നമ്മളൊരു SP എന്ന് പറയല്ലോ, സ്വയം പൊങ്ങി. ഞാൻ സ്വയം പൊങ്ങിയാകുമ്പോഴാണ് എനിക്ക് നിങ്ങളെ കുറ്റം പറയാൻ കഴിയുക. അപ്പൊ എനിക്ക് എന്തോ എന്നെ കുറിച്ചൊരു വലിയൊരു തോന്നല് വരികയാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള. ഈ വലിയ സംഭവമാണ് എന്ന് തോന്നൽ വരുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തില് കുറ്റം പറയാൻ നിൽക്കുന്നത്. നോക്കൂ, ഇപ്പൊ ചെറിയ കുട്ടികളെ മുതിർന്ന ആളുകളായി കുറ്റം പറച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലും താഴത്തേക്കാ വരുന്നത്. ഇപ്പൊ കാരണവന്മാരാണ് ബാക്കി പുതുതലമുറ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരുടെ ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകും. ഈ പുതുതലമുറ കാണിച്ചതിനപ്പുറമുള്ള തോന്നിവാസങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവർ മറന്നു. കാലം കുറെ കഴിഞ്ഞപ്പോഴേ അതൊക്കെ മറന്നിട്ടാണ് ബാക്കിയുള്ള പുതിയ തലമുറയെ കുറ്റം പറയാൻ നിൽക്കുന്നത്. അല്ല, അതേ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. അപ്പൊ എന്താ വേണ്ടത്? എന്നാ പിന്നെ ആ തെറ്റ് ആളുകൾ അങ്ങനെ തന്നെ ചെയ്തോട്ടെ എന്ന് വിടാനാണോ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗുണകാംക്ഷയോട് തിരുത്തി കൊടുക്കണം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഒരു പ്രായത്തില് നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്, അതുകൊണ്ട് സ്നേഹത്തോടെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അതിനെയാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞത്. നമ്മുടെ തജ്രിബത്തിൽ നിന്നും നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ പിൻതലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനുള്ളതാണ്. അത് സ്നേഹത്തോടെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറെ കാലം ചെയ്ത തെറ്റൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു രീതിയല്ല. അപ്പൊ അറബിയിലൊരു ചൊല്ലുണ്ട്, റമത്നി ബിദായിഹ വൻസല്ലത്ത്. നീ എന്നിൽ നീ ഒരു കുറ്റം ആരോപിക്കുകയാണ്, എന്നിട്ട് നീ അതിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെടുകയാണ്. അതേ പ്രശ്നം നിനക്കുണ്ട്, അതേ പ്രശ്നം നിനക്കുണ്ട്, നിനക്കുള്ള അതേ പ്രശ്നം എന്നിൽ ആരോപിച്ചിട്ട് നീ അതിൽ നിന്ന് അങ്ങനെ ഊരിപ്പോകാനാണല്ലോ നോക്കുന്നത്. അത് വേണ്ട എന്നുള്ളതാണ്. എല്ലാവർക്കും അബദ്ധങ്ങളുണ്ട്. നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിന്റെ പേരിൽ കുടുംബാംഗങ്ങളെയോ സഹപ്രവർത്തകരെയോ മറ്റുള്ളവരെയൊന്നും ആക്ഷേപിക്കാനും കുറ്റം പറയാനും നിൽക്കല്. നമ്മളിലേക്ക് തിരിച്ചു പോവുക, നമ്മളുടെ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വീഴ്ചകൾ പരിഹരിക്കാനായി നിൽക്കുക, സ്വയം വിചാരണ ചെയ്യുക. ഏറ്റവും നല്ല സംഗതി അതാണ്. ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യുക. എന്തൊക്കെ കുറ്റാ നിങ്ങൾക്കുള്ളത്? അന്യന്റെ കണ്ണിലെ കരട് കാണും മുമ്പ് തന്റെ കണ്ണിലെ കോല് ഒന്ന് നോക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ വരുമ്പോ എല്ലാവരും നന്നാവും. എല്ലാവർക്കും ശരിയാവാൻ പറ്റും. അപ്പൊ സ്വയം ഒന്ന് വിചാരണ നടത്തുക. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നാളെ നിങ്ങളുടെ അമലുകൾ മഹ്ശറയിൽ തൂക്കപ്പെടും. ആ തൂക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് തൂക്കി നോക്ക്. നിങ്ങൾക്ക് എന്ത് വെയിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര നന്മകളുണ്ട്, നിങ്ങളിൽ എത്ര തിന്മകളുണ്ട് എന്ന് സ്വയം ഒന്ന് വിചാരണ നടത്താനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് ഏറ്റവും മികച്ചൊരു മാർക്കാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ ഈ ഒരു പ്രവർത്തനം വളരെ കൂടുതലായിട്ടുണ്ടാകുന്നു. ഒരിക്കൽ അസ്ലമിനെയും കൂട്ടി പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന സേവകനായ അസ്ലമിനെയും കൂട്ടി പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്ലമിനോട് പറയുന്നുണ്ട്, നീ അപ്പുറത്ത് പോയി മാറിക്കിടക്കെന്ന് പറയുന്നുണ്ട്. അപ്പം സേവകൻ കുറച്ച് മാറിക്കിടന്നു. പിന്നെ രാത്രി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അസ്ലം എന്ന സേവകൻ കേൾക്കുന്നത് ഉമറിനെ ആരോ ശകാരിക്കുന്നുണ്ടെന്ന്. ഉമറിനെ ആരോ ശകാരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ചെവി ഓർത്തു, കാതോർത്തു, ആരാണിപ്പോ ഖലീഫയെ അപായപ്പെടുത്താൻ വേണ്ടി വന്നത്? അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ മറ്റാരും ഇല്ല. ഉമറിനെ കുറ്റം പറയുന്നത് ഉമർ തന്നെയാണ്. ഉമർ കുറ്റം പറയാണ് സ്വന്തത്തെ. ആത്മകഥ ഉച്ചത്തിലായി പോയതാണ്, ഭ്രാന്തി പിടിച്ചെന്നല്ല, ആത്മകഥ ഉച്ചത്തിലായി പോയതാണ്. ഇത് നമ്മൾ സ്വീകരിക്കേണ്ട കരണീയമായൊരു മാർഗമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചോദ്യം ചെയ്യണം. മറ്റുള്ള പല ആൾക്കാരെയും, നിന്റെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും മറ്റുള്ളവരെയും സഹപ്രവർത്തകരെയും ഒക്കെ കുറ്റം പറയാറില്ലേ? നീ ഒന്ന് സ്വയം കുറ്റം പറഞ്ഞു നോക്ക്. ഞാൻ എന്നോട് സ്വയം കുറ്റം പറയുക, നിങ്ങളോട് സ്വയം കുറ്റം പറയുക. മനുഷ്യനെ നന്നാക്കാൻ ഇതിനേക്കാൾ മികച്ച വേറൊരു മാർഗമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അത് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, നീ ഞങ്ങളെ എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ അല്ലാഹുവേ. മറ്റുള്ളവരുടെ പിഴവുകൾ നോക്കി നടക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തത്തെ തിരുത്താൻ, അങ്ങനെ നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ അനുഗ്രഹം ചൊരിഞ്ഞ
നബിമാരോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സാലിഹുകളോടും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്നതാ. പടച്ചോനെ ഞങ്ങളുടെയൊക്കെ സ്വഭാവം മെച്ചപ്പെടുത്തി നൽകണമേ അല്ലാഹുവേ. നിന്റെ പ്രവാചകന്റെ സ്വഭാവം പോലെ, വിശുദ്ധ ഖുർആൻ റസൂലിന്റെ സ്വഭാവമായി എന്നതുപോലെ നാഥ നീ ഞങ്ങളുടെ സ്വഭാവവും നിന്റെ തിരുഗ്രന്ഥത്തിന് ഒക്കുന്ന തരത്തിലുള്ള സ്വഭാവമാക്കി നീ ഞങ്ങളുടെ സ്വഭാവങ്ങളെ പരിവർത്തിപ്പിച്ചു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ സമൂഹത്തിന് ഐക്യം നിലനിർത്തി തരണേ നാഥ. ഛിദ്രതകളില്ലാതെ ഭിന്നതകളില്ലാതെ റസൂല് പറഞ്ഞതുപോലെ ഒറ്റക്കൈയായിട്ട് മുമ്പോട്ട് ഗമിക്കുന്ന ഉത്തമ സമുദായമാക്കി പടച്ചോനെ നീ സമുദായത്തെ ആക്കി തീർക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر وعذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.